എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാന വ്യാപകമായി 3 ദിവസം പണിമുടക്ക് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. കേരള ബാങ്ക് ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കിലേക്ക്. നവംബർ 28, 29, 30 തീയതികളിലാണ് സംസ്ഥാന വ്യാപകമായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നത്. കേരള ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലെയും റീജിയണൽ ജില്ലാ ഓഫീസുകളിലെയും സംസ്ഥാനത്തെ 823 ശാഖകളിലെയും ജീവനക്കാർ 3 ദിവസങ്ങളിലായി നടക്കുന്ന പണിമുടക്കിൽ പങ്കെടുക്കും. സർക്കാരും സഹകരണ മന്ത്രിയും കേരള ബാങ്ക് മാനേജ്മെൻറ്റും ജീവനക്കാരുടെ കുടിശ്ശികയായ 33% ക്ഷാമബത്ത അനുവദിക്കുക, ബാങ്കിലെ 2000-ഓളം ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുക, കാലാവധി കഴിഞ്ഞ് 3 വർഷമായി ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയമിക്കുക, മലപ്പുറം ജില്ലയിലെ ജീവനക്കാരുടെ 3 വർഷമായി തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന പ്രമോഷനുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. ഫെബ്രുവരി 26-ന് ജീവനക്കാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സഹകരണ മന്ത്രിസംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളിൽ 9 മാസമായിട്ടും ഒന്നുപോലും നടപ്പാക്കിയില്ല എന്നും തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് ജൂലൈ 30, 31 തീയതികളിൽ ദ്വിദിന പണിമുടക്ക് നടത്തുകയും സെപ്റ്റംബർ 1 മുതൽ നിസ്സഹകരണ സമരവും നവംബർ 1 മുതൽ തുടർച്ചയായ 15 ദിവസം ബാങ്ക് ഹെഡ് ഓഫീസ് സത്യാഗ്രഹ സമരവും നടത്തിയിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നെങ്കിലും മാനേജ്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും നീതിനിഷേധം തുടരുകയാണെന്ന് കാണിച്ചാണ് ഇപ്പോൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ബാങ്കിൻ്റെ 5ാം വാർഷിക ദിനമായ നവംബർ 29 ഉൾപ്പെടെയുള്ള 3 ദിവസങ്ങളിൽ സംഘടനാ പണിമുടക്ക് കൊണ്ടും വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കുമായി ജീവനക്കാർ മുന്നോട്ട് പോകുമെന്നും കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്.